ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അൽ ഫിഅലുൽ മുഅത്തല്ലുൽ ആഖിർ. ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ അസ്ലിയായ ഇഅ്റാബുകളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഫർഇയായ ഇഅ്റാബുകളെ കുറിച്ച് പറഞ്ഞു. 7 ബാബുകളിലാണ് ഫർഇയായ ഇഅ്റാബ് ഉണ്ടാവുക. അതിൽപ്പെട്ട ഒന്നാമത്താണ് അൽ അസ്മാഉ സിത്ത അല്ലെങ്കിൽ അൽ അസ്മാഉൽ ഖംസ എന്ന് പറയുന്ന ഇസ്മുകൾ. പിന്നീട് മുസന്നയെക്കുറിച്ചും ജംഅ് മുദക്കർ സാലിമിനെ കുറിച്ചും ജംഅ് മുഅന്നസ് സാലിമിനെ കുറിച്ചും അൽ അഫ്ആലുൽ ഖംസയെക്കുറിച്ചും ഗൈർ മുൻസരിഫിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തു. ഇങ്ങനെ 6 ബാബുകൾ ചർച്ച ചെയ്തു. 7ാമത്തെ ബാബാണ് അൽ ഫിഅലുൽ മുഅത്തല്ലുൽ ആഖിർ, അവസാനം മുഅത്തല്ലായ ഫിഅൽ. എന്താണ് മുഅത്തല്ലായ ഫിഅൽ എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത്? വഹുവ ഫിഅലുൻ ആഖിറുഹു അലിഫുൻ ഔ യാഉൻ ഔ വാവുൻ. ഇതൊരു ഫിഅലാണ്. അതിൻ്റെ അവസാനത്തെ അക്ഷരം ഒന്നുകിൽ അലിഫായിരിക്കും, അല്ലെങ്കിൽ യാ ആയിരിക്കും, അല്ലെങ്കിൽ വാവ് ആയിരിക്കും. ഉദാഹരണത്തിന് യഖ്ഷാ. യഖ്ഷാ എന്ന് പറയുമ്പോൾ അവസാനം അലിഫാകുന്നു. ഖശിയ യഖ്ഷാ എന്നാണ് ഫിഅൽ. ഖശിയ എന്നതിൻ്റെ മുളാരിയാണ് യഖ്ഷാ എന്നുള്ളത്. അതുപോലെ തന്നെ റമാ ഇർമി. ഇർമി എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം യാ ആകുന്നു. അതുപോലെ യദുഉ, ദആ യദുഉ, അവിടെ അവസാനത്തെ അക്ഷരം വാവാണ്. ഇങ്ങനെ അവസാനം അലിഫ് അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ വാവ് ഇങ്ങനെ വരുന്ന ഫിഅലുകൾക്കാണ് അൽ ഫിഅലുൽ മുഅത്തല്ല് അല്ലെങ്കിൽ അൽ ഫിഅലുൽ മുഅത്തല്ലുൽ ആഖിർ എന്നൊക്കെ പറയാം. ഇവയ്ക്ക് ലഭിക്കുന്ന ഇഅ്റാബ് എങ്ങനെയാണ്? യുജ്സമുൽ ഫിഅലുൽ മുഅത്തല്ലുൽ ആഖിറു ബിഹദ്ഫി ഹർഫിൽ ഇല്ലത്ത്. ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ഇവയ്ക്ക് ജസ്മ് ഉണ്ടാവുക. ഇല്ലത്തിൻ്റെ അക്ഷരത്തെ അത് കളയപ്പെടും. ഉദാഹരണം നഹ്വു ലം യഖ്ഷ, ലം യർമി, ലം യദുഉ. ഇവിടെ ലം പ്രവേശിച്ചപ്പോൾ ഖശിയ യഖ്ഷ എന്നതിൽ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞു. ലം യർമി, അവിടെയും അങ്ങനെ തന്നെയാണ്, അവസാനത്തെ അക്ഷരത്തെ അവിടെ കളഞ്ഞു. ലം യദുഉ, അവിടെ വാവ് അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞു. ഫഹിയ കുല്ലുഹ മജ്സൂമുൻ ബി ഹദ്ഫിൽ ആഖിർ. അപ്പോൾ ഈ ഫീലുകളൊക്കെ ജസ്മ് ചെയ്യപ്പെട്ടത് അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ഇവക്ക് ജസ്മ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ജസ്മ് മാത്രമാണ് ഇവിടെ ഫർഇയായ ഇഅ്റാബായി വരുന്നത്. അതേസമയം ഇനി നസ്ബ്, റഫ്, അതുപോലെ തന്നെ റഫ്, അതൊക്കെ എങ്ങനെയാണ്? അവിടെ നസ്ബ് ലഭിക്കുന്നത് ലൻ യർമിയ, ലം യദുഉവ, ഇങ്ങനെ ലാഹിറായ ഇഅ്റാബ് തന്നെയാണ് ഉണ്ടാവുക. അവസാനത്തിന് വാവോ അല്ലെങ്കിൽ യാഓ ആണെങ്കിൽ ലഹറൻ നസ്ബ് അവിടെ ലാഹിറാകും. ഉദാഹരണത്തിന് ലൻ യർമിയ അല്ലെങ്കിൽ ലൻ യദുഉവ, അവിടെയൊക്കെ നസ്ബ് ലാഹിറാണ്. ലൻ യർമിയ എന്നുള്ളത് നസ്ബ് ലാഹിറാണ്. അതേസമയം അവസാനത്തെ അക്ഷരം അലിഫാണെങ്കിൽ അവിടെ മുഖദ്ദറിലായിരിക്കും ഇഅ്റാബ് ഉണ്ടാവുക. ഇപ്പോൾ ലൻ യഖ്ഷാ എന്ന് പറയുമ്പോൾ അവസാനത്തെ അലിഫിന്മേൽ മുഖദ്ദറായ ഫത്ഹത്ത് കൊണ്ടാണ് നസ്ബ്. അവസാനം യാവും വാവുമാണെങ്കിൽ ലാഹിറിൽ തന്നെ നസ്ബുണ്ട്. അവസാനം അലിഫാണെങ്കിൽ
മുക്കദ്ദറിലാണ് നസ്ബ് ഉണ്ടാവുക. ഇനി റഫ് എങ്ങനെയാണ്? റഫ് എല്ലായിടത്തും മുക്കദ്ദറിലാണ് ഉണ്ടാവുക. ഇപ്പോൾ വെറും ഇർമി എന്നാകുമ്പോൾ ലെന്നോ അല്ലെങ്കിൽ ലമ്മോ ഒന്നുമില്ലെങ്കിൽ റഫ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവിടെ റഫ് മുക്കദ്ദറിലാണ്. അവസാനത്തെ യാഇൻ്റെ മേൽ മുക്കദ്ദറായ ലമ്മത്ത് കൊണ്ട് റഫ്. ഇർമി. യദുഉ എന്ന് പറയുമ്പോൾ ആ വാവിൻ്റെ മേൽ മുക്കദ്ദറായ ലമ്മത്ത് കൊണ്ട് റഫ്. ഇഖ്ഷാ എന്ന് പറയുമ്പോൾ അലിഫിൻ്റെ മേൽ മുക്കദ്ദറായ ലമ്മത്ത് കൊണ്ട് റഫ്. അപ്പോൾ റഫ് നസ്ബൊക്കെ അസ്ലിയായ ഇറാബ് തന്നെയാണ്. ഫത്ഹത്ത് കൊണ്ടാണ് നസ്ബ് ഉള്ളത്, ലമ്മത്ത് കൊണ്ടാണ് റഫ് ഉള്ളത്. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവസാനം യാഓ അല്ലെങ്കിൽ വാവോ ആണെങ്കിൽ നസ്ബ് ലാഹിറായിരിക്കും. റഫ് എല്ലായിടത്തും മുക്കദ്ദറിലുമായിരിക്കും. ഇതാണ് മുഅ്തൽ ലാഹിറുമായ ഫീലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഫറഇയായ ഇറാബ് ഒന്ന് മാത്രമാണ്, ജസ്മ് മാത്രമാണ്. അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ്. അത് മാത്രമാണ് ഇവിടുത്തെ ഫറഇയായ ഇറാബ് വരുന്നത്. റഫും നസ്ബും ഒക്കെ അസ്ലിയായ ഇറാബ് തന്നെയാണ്. അത് ചിലപ്പോൾ ലാഹിറാകും, ചിലപ്പോൾ മുഖദ്ദറിലായിരിക്കും എന്നേ ഉള്ളൂ. അവസാനം യാവും വാവുമാണെങ്കിൽ നസ്ബ് ലാഹിറായിരിക്കും, അലിഫാണെങ്കിൽ നസ്ബ് മുഖദ്ദറിലായിരിക്കും, റഫ് എല്ലായിടത്തും മുഖദ്ദറിലായിരിക്കും. ഇങ്ങനെയാണ് ഇറാബ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതുമായി ബന്ധപ്പെട്ട അല്പം ചില ചോദ്യങ്ങൾ കേട്ടോ. ദഹബത്തു ഇലൽ ഖാലി കൈ ഡേഷ്. ദഹബത്തു ഇലൽ ഖാലി, ഞാൻ ഖാലിയുടെ അടുത്തേക്ക് പോയി. എന്തിനു വേണ്ടി? കൈ ഡേഷ്, ഖാലി വിധിക്കാൻ വേണ്ടി. എല്ലാവരും സി എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കൈ കൈ യഖുലിയ എന്നാണ് വേണ്ടത് അല്ലേ? ഇവിടെ നസ്ബ് ചെയ്ത ആമിൽ ആരാണ്? കൈ യഖുലിയ എന്ന് പറയുമ്പോൾ അൻ ലെൻ കൈ ഇതൻ അല്ലേ? അപ്പോൾ കൈ എന്നുള്ളത് അതെ, മൂന്നാമത്തെ ഓപ്ഷൻ കൈ യഖുലിയ എന്നുള്ള യഖുലിയ എന്നുള്ളതാണ് ശരി കേട്ടോ. മൂന്നാമത്തെ ഓപ്ഷൻ യഖുലിയ. കൈ എന്നുള്ള നസ്ബ് ചെയ്യും. നസ്ബ് ലാഹിറായിട്ടാണ് ഉണ്ടാവുക. അവസാനം യാ ആവുമ്പോഴും അവസാനം വാവാവുമ്പോഴൊക്കെ നസ്ബ് ലാഹിറായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ലം യദുനുൽ വലതു അല്ലെങ്കിൽ ലം യദുൻ എന്തോ ആയിക്കോട്ടെ, മിനൽ അസദ്, കുട്ടി സിംഹത്തിനോട് അടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് ശരിയായ രൂപം? ഇവിടെ ലമ്മ് വന്നതുകൊണ്ട് ദനാ യദുനു ഈ ഫീലിന് ജസ്മാണ് വേണ്ടത്. ജസ്മ് ലഭിക്കുന്നത് അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും സെലക്ട് ചെയ്തതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ ശരിയായ വരാം. അല്ലാഹു യഖ്ലി മാ യശാഉ. അല്ലാഹു യഖ്ലി വിധിക്കുന്നു, മാ യശാഉ അവൻ ഉദ്ദേശിച്ച കാര്യം അവൻ വിധിക്കുന്നു. ഇവിടെ യഖ്ലി എന്നുള്ളത് ഫിൽ ജുംലത്തി, ഈ ജുംലയിൽ യഖ്ലി എന്നത് മർഫൂഉൻ ബിൽ യാഇ, മർഫൂഉൻ ബി ഹദ്ഫിൻ നൂനി, മർഫൂഉൻ ബി ലമ്മത്തിൽ മുഖദ്ദറ, മർഫൂഉൻ ബി ലമ്മത്തിൽ ലാഹിറ. അതെ, മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ. ലമ്മ് എല്ലായിടത്തും മുഖദ്ദറായിരിക്കും. അവസാനം യാ ആയാലും വാവ് ആയാലും അലിഫായാലും ഒക്കെ മുഖദ്ദറിലായിരിക്കും ഉണ്ടാവുക. മർഫൂഉൻ ബിൽ യാ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല തന്നെ അല്ലേ? യാ കൊണ്ട് റഫ് അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല. മർഫൂഉൻ ബി ഹദ്ഫിൻ നൂനി അങ്ങനെയും ഒരു സംഭവം ഇല്ല. ഇപ്പോൾ അതൊക്കെ പറ്റിക്കാൻ വേണ്ടി കൊടുത്താണ്. ഇഖ്തരി സ്വഹീഹ്, സ്വഹീഹായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്നഹു ലം യഖ്ഷല്ലാഹ യദുഉന്നാസു അല്ലാഹ ലൻ യർമിയ അഹദൻ ഉഹിബ്ബു അൻ അസ്ആ ഫിൽ ഖൈർ. ഇതിൽ സ്വഹീഹ് തിരഞ്ഞെടുക്കാൻ.
ഇവിടെ ഒക്കെ സ്വയ്യാണല്ലോ അല്ലേ? ഒക്കെ ശരിയാണോ? ഇന്നഹു ലം യഖ്ഷല്ലാഹ അവിടെ തെറ്റുണ്ട്. ഒന്നാമത്തത് അതെ, യദുന്നാസു അള്ളാഹ എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. കാരണം അവിടെ റഫിൻ്റെ അവസരമാണ്. വാവുമുൽ മുഖദ്ദറായ ലമ്മത്തുകൊണ്ട് റഫ്. അതുപോലെ തെറ്റ് വരുന്നില്ല. ലൈ എർമിയ ലമീറോട് എടുത്തൊക്കെ മടക്കിയാൽ മതി. ലൈ എർമിയ അവൻ എറിയൂല, അഹദൻ ഒരാളെയും എറിയില്ല. അവിടെയും തെറ്റ് വരുന്നില്ല. ഉഹിബു അൻ അസ്ആ ഫിൽ ഖൈർ എല്ലാം ശരിയായിട്ട് വരുന്നല്ലേ? നമുക്ക് ചോദ്യം അതെ ഒന്നാമത്തെ ഖത്തനെ തിരഞ്ഞെടുക്കാനാണ് ചോദിക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ എന്ത് ചെയ്യാം? ഇന്നഹു ലം യഖ്ഷ ഇന്നഹു ലം യഖ്ഷല്ലാഹ്. ഓക്കെ അല്ലേ? അവിടെ യാ കളയണം. ജസ്മിന് വേണ്ടി അവിടെ യാഇനെ കളയണം. യാ അല്ല അലിഫിനെ കളയണം. ഇനി മുഖദ്ദറായ ഇറാബുമായി ബന്ധപ്പെട്ട് അല്പം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. യുഖദ്ദറു റഫ്ഉ വ യദ്ഹറു നസ്ബു ഫി ഫിഇലിൻ ആഖിറുഹു യാഉൻ ഔ വാവുൻ. നമ്മൾ പറഞ്ഞു റഫ്ഉ മുഖദ്ദറിലായിക്കൊണ്ടാവുക. യുഖദ്ദറു റഫ്ഇനെ തഖ്ദീർ ചെയ്യപ്പെടും, സങ്കല്പിക്കപ്പെടും. വ യദ്ഹറു നസ്ബ് ലാഹിറാവുകയും ചെയ്യും. ഫി ഫിഇലിൻ ആഖിറുഹു യാഉൻ ഔ വാവുൻ. അവസാനം യാഓ അല്ലെങ്കിൽ വാവോ ആയ ഫീലിൽ റഫ് മുഖദ്ദറിലായിരിക്കും, നസ്ബ് ലാഹിറായിരിക്കും. ഉദാഹരണത്തിന് ഹുവ യദ്ഉ അല്ലെങ്കിൽ ഹുവ യർമി. നസ്ബിന് ഉദാഹരണം ലൻ യർമിയ ലൻ യദ്ഉവ. പിന്നെ യുഖദ്ദറു റഫ്ഉ വൻ നസ്ബു ഫി ഫീലിൻ ആഖിറുഹു അലിഫുൻ. അവസാനം അലിഫ് ഉള്ള ഫീലിൽ റഫ്ഉം നസ്ബും രണ്ടും മുഖദ്ദറിലായിരിക്കും. ഉദാഹരണത്തിന് ഹുവ യഖ്ഷ ലൻ യഖ്ഷ രണ്ടും മുഖദ്ദറിലാണ്. ഇനി അൽ ഇസ്മുൽ മഖ്സൂർ. അപ്പോൾ അവസാനം മുഅത്തല്ലായ ഫീലിൽ മുഖദ്ദറായ ഇറാബുണ്ട്. അതുപോലെ തന്നെ മഖ്സൂറായ ഇസ്മ് അവിടെ മുഖദ്ദറായ ഇറാബുണ്ട്. മഖ്സൂറായ ഇസ്മ് എന്ന് പറഞ്ഞാൽ വഹുവ ഇസ്മുൻ ആഖിറുഹു അലിഫുൻ വമാ ഖബ്ലഹു മഫ്തൂഹുൻ. അവസാനം അലിഫും തൊട്ട് മുമ്പ് മഫ്തൂഹുമായ ഫേലിനാണ് മഖ്സൂറായ ഇസ്മ് എന്ന് പറയാം. ഉദാഹരണത്തിന് അസ പോലെ, അസ അവസാന അലിഫാണ്, തൊട്ട് മുമ്പ് മഫ്തൂഹായ അക്ഷരമാണ്. ഇതിൻ്റെ ഇറാബ് മുഖദ്ദറും ഫി ജമീ അൽ അഹ്വാലി. എല്ലാ അവസ്ഥകളിലും, അതായത് റഫ്ഇൻ്റെ അവസരമായാലും നസ്ബായാലും ജറായാലും ഒക്കെ. പിന്നെ ജസ്മ് ഉണ്ടാവില്ലല്ലോ, ഇസ്മാണല്ലോ, ഇസ്മിൽ ജസ്മ് ഉണ്ടാവില്ല. നസ്ബ്, റഫ്, ജർ ഈ മൂന്ന് സന്ദർഭങ്ങളിലും ഇറാബ് മുഖദ്ദറിലായിരിക്കും. ഇതിന് കാരണം തഅദ്ദുരി എന്നുള്ളതാണ്. തഅദ്ദുറാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടല്ല, പ്രയാസം തന്നെ. എന്താ വെച്ചാൽ അതായത് അലിഫാണല്ലോ അവസാനം. അലിഫിൽ ഒരു ഹർക്കത്തും ഉണ്ടാവില്ല. ഭാരമായതുകൊണ്ടല്ല, മറിച്ച് ഉണ്ടാവാനില്ല. അലിഫ് ഹർക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ റഫ് കൊടുക്കാനും പറ്റില്ല, നസ്ബും ചെറും ഒന്നിനും പറ്റില്ല. അതുകൊണ്ടാണ് തഅദ്ദുറിന് വേണ്ടി അവിടെ എല്ലാ ഇറാബ് മുഴുവനും മുഖദ്ദറിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാദ അസൻ, റഅയ്തു അസൻ, നളർത്തു ഇല അസൻ. അവിടെയൊക്കെ അസൻ എന്നൊക്കെ പറയുമ്പോൾ അവസാനം ഒരു അലിഫ് അവിടെ മുഖദ്ദറിലുണ്ട്. ആ മുഖദ്ദറിലുള്ള ആ അലിഫിൻ്റെ മേൽ, ആ ഒരു അലിഫിൻ്റെ മേൽ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ടാണ് റഫ്. റഅയ്തു അസൻ എന്ന് പറയുമ്പോൾ അവിടെ അലിഫിൻ്റെ മേൽ മുഖദ്ദറായ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ്. നളർത്തു ഇല അസൻ, അസ എന്നതിൻ്റെ മേൽ, അസ എന്നതിൻ്റെ അവസാനത്തെ അലിഫിൻ്റെ മേൽ മുഖദ്ദറായ കസ്റത്ത് കൊണ്ടാണ് അവിടെ ജർ. ഇങ്ങനെ ഇറാബ് മുഴുവനും മുഖദ്ദറിലായിരിക്കും ഉണ്ടാവുക. ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങൾ നക്കിറയായ അസൻ എന്നൊരു ഉദാഹരണമാണ്. മാരിഫായുള്ള ഉദാഹരണം ഹാദ അൽ അസ, റഅയ്തുൽ അസ, നളർത്തു ഇലൽ അസ.
ഒക്കെ ഒന്ന് തന്നെയാണ്. അവസാനത്തെ ആ അക്ഷരത്തിൻ്റെ മേൽ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ടാണ് റഫ്, മുഖദ്ദറായ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ്, മുഖദ്ദറായ കസറത്ത് കൊണ്ടാണ് ജർ. അതേപോലെ മുഖദ്ദറായ ഇറാബ് ലഭിക്കുന്ന മറ്റൊരു ഇസ്മാണ് അൽ ഇസ്മുൽ മങ്കൂസ്. മങ്കൂസായ ഇസ്മു എന്ന് പറഞ്ഞാൽ വഹുവ മാ, അതൊരു ഇസ്മാണ്. ആഹിറുഹു യാ ഉൻ, അതിൻ്റെ അവസാനത്തെ അക്ഷരം യാ ആയിരിക്കും. അതുപോലെ വമാ ഖബ്ലഹു മക്സൂറുൻ, മുമ്പുള്ള അക്ഷരം മക്സൂറുമായിരിക്കും. അവസാനം യാവും മുമ്പ് മക്സൂറും. ഇവിടെ എല്ലാ ഇറാബും മുഖദ്ദറിലല്ല, മറിച്ച് യുഖദ്ദറു ഇറാബുഹു ഫിർ റഫ്ഇ വൽ ജർരി, ജറിൻ്റെയും റഫ്ഇൻ്റെയും അവസരത്തിൽ മാത്രം ഇറാബ് മുഖദ്ദറാണ്. മുഖദ്ദറാവാനുള്ള കാരണം ലിസ്സിഖലി, ഭാരമായതിനു വേണ്ടി. അല്ലാതെ യാ അവസാനം യാ വരുമ്പോൾ യായിൽ ഹർക്കത്ത് ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് ഭാരമാണ്, അവൻ ഭാരമായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാറുണ്ട്, റഫും ജറും ഒക്കെ സങ്കല്പിക്കാറാണ്. വയൽഹറു ഫിൻ നസ്ബ്, നസ്ബിൽ ഇറാബ് ലാഹിറാവുകയും ചെയ്യും. അപ്പോൾ അലിഫിൻ്റെ അവിടെ അവസാന അലിഫ് വരുമ്പോൾ മുഖദ്ദറാവുള്ള കാരണം തഅദ്ദുർ എന്നാണ് പറഞ്ഞത്. ഇവിടെ കാരണം ഫിഖലു എന്നാണ് പറഞ്ഞത്. രണ്ടും വ്യത്യാസമുണ്ട്. തഅദ്ദുറാകുമ്പോൾ ഹറക്കത്തിനെ ഒരിക്കലും വഹിക്കാൻ പറ്റാത്ത ഒരു അക്ഷരമാണ് അലിഫ്. അതേസമയത്ത് യാ അങ്ങനെയല്ല, അവിടെ അലിഫ് ഹറക്കത്തിനൊക്കെ വഹിക്കുന്ന ഒരു അക്ഷരമാണ് യാ, പക്ഷേ ഭാരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, മുഖദ്ദറിൽ കൊടുക്കുന്നു അർത്ഥം. അതിൻ്റെ ഉദാഹരണങ്ങൾ ഹാദ ആസിൻ, റഅയ്തു ആസിയൻ, മറർത്തു ബി ആസിൻ. ഹാദ ഇവൻ, ആസിൻ ദോഷിയാകുന്നു. ആസി എന്നാണ് അവസാനത്തെ അക്ഷരം യാ ആണ്. തൊട്ട് മുമ്പുള്ള അക്ഷരമാണ് സ്വാദ്, അതിന് കെസ്റുമാണ് ഉള്ളത്. അപ്പോൾ ഇത് മങ്കൂസായ ഇസ്മാണ്. ഇതിന് അസ്ല് ആസിയുൻ എന്നാണ് ഉണ്ടാവട്ടോ. ഹാദ ആസിയുൻ, ആ നൂന് തെൻവീൻ്റെ, ഈ നൂന് തെൻവീൻ്റെ നൂനാണ്. അത് എഴുത്തിൽ നൂനാക്കി എഴുതി എന്നേ ഉള്ളൂ. ഹാദ ആസിയുൻ, അവസാനം യാ ആണ്, അതിന് തെൻവീനുണ്ട്. ആ തെൻവീനുണ്ടാകുമ്പോൾ യുൻ എന്നാണല്ലോ അവസാനം നൂന് യായിന് വന്നു. അപ്പോൾ അത് എഴുതുമ്പോൾ നമുക്ക് ഷെയർ എഴുതും പോലെ ആസിയുൻ എന്ന് നമുക്ക് എഴുതാം. ഈ ആസിയുൻ എന്നുള്ളതാണ് ആസിൻ എന്നായി മാറുന്നത്. എങ്ങനെയാണ് ആസിയുൻ എന്നുള്ളത് ആസിൻ എന്നായി മാറിയത്? ഇവിടെ യായിന്, ഈ യായിൻ്റെ മേൽ ലമ്മ് ഭാരമാണ്. ഭാരമായതുകൊണ്ട് ആ ലമ്മിനെ കളഞ്ഞു. അങ്ങനെ ആസി ന് എന്നായി. രണ്ടക്ഷരം യാവും നൂനും അങ്ങനെ സുക്കൂനുള്ള അക്ഷരമായി മാറി. സുക്കൂനുള്ള അക്ഷരമായി മാറിയപ്പോൾ ഒന്നാമത്തെ സാക്കിനുണ്ട് കളഞ്ഞു. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടാൻ പാടില്ല. ഇതിൽ തക്കാവ് സാക്കിനേനി ഉണ്ടായപ്പോൾ ആ യായിനെ കളഞ്ഞു. അപ്പോൾ ആസിൻ എന്നായി. അപ്പോൾ ഹാദ ആസിൻ എന്നതിൻ്റെ ഇഴറാബ് പറയുമ്പോൾ ഹാദ മുബത്തദ ആണ്, അത് പിന്നെ സുക്കൂൻ്റെ മേൽ മബിനി റഫിൻ്റെ മഹലിൽ. ആസിൻ എന്നുള്ളത് ഖബറാണ്. ഖബറാകുമ്പോൾ റഫ് വേണം. റഫ് എവിടെയാണ് നമ്മൾ പറഞ്ഞു, റഫും ജറും ഒക്കെ മുഖദ്ദറിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആസിൻ എന്നിടത്തൊരു യാ കളയപ്പെട്ടിട്ടുണ്ട്. അവസാനം ഒരു യാ കളയപ്പെട്ടിട്ടുണ്ട്. ആ യാഇൻ്റെ കളയപ്പെട്ട യാഇൻ്റെ മേൽ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ട് റഫ് എന്നാണ് പറയാം. അപ്പോൾ നെക്കിരയാകുമ്പോഴൊക്കെ അങ്ങനെ അവസാനത്തെ അക്ഷരം കളയപ്പെടും. ആ കളയപ്പെട്ട യാഇൻ്റെ മേൽ ആണെന്ത് നസ്ബ്. കളയപ്പെട്ട യാഇൻ്റെ മേൽ മുഖദ്ദറാണ് ഇറാബ് ഉണ്ടാവുക. പിന്നെ റഅയ്തു ആസിയൻ, റഅയ്തു ഞാൻ കണ്ടു, ആസിയൻ ആസിയെ ഞാൻ കണ്ടു, ദോഷിയായ മനുഷ്യനെ ഞാൻ കണ്ടു. ഇവിടെ നസ്ബാണ്. നസ്ബ് പിന്നെ ലാഹിറിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ലാഹിറായതാണല്ലോ, ലാഹിറത്തായ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ്. മറർത്തു ബി ആസിൻ എന്ന് പറയുമ്പോൾ ആസിൻ എന്നുള്ളത് ബാ കൊണ്ട് ജറ് ചെയ്യപ്പെട്ട പദമാണ്. ബാ ആണ് ഇതിൻ്റെ ജറ് ചെയ്തത്. ആസിൻ എന്ന് പറയുമ്പോൾ അസിൽ ആസിയിൻ എന്നാണ് ഉണ്ടായിരുന്നത്. ആസിയിൻ ശരിക്കും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ആസിയിൻ. ആസിയിൻ അത് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. ആസിയിൻ അസിൽ പറയാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. യാ ഇൻ്റെ മേൽ
കസ്റത്ത് ഭാരമായി. അങ്ങനെ ആ യാൻ്റെ കസ്റിനാണ്ട് കളഞ്ഞപ്പോൾ അത് ആസി ഇ ന് എന്നായി. ഇവിടെ പറഞ്ഞതുപോലെ ആസി ഇ ന് എന്നായി. അങ്ങനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടിയപ്പോൾ യായിനെ കളഞ്ഞു. അപ്പോൾ ആസിൻ എന്നായി മാറി. അപ്പോൾ മറർത്തു ബി ആസിൻ, ഹാദ ആസിൻ, കാഴ്ചയിൽ രണ്ടും ആസിൻ എന്നാണ്. ഒന്നാമത്തെ ഹാദ ആസിൻ എന്നുള്ളിടത്ത് കളയപ്പെട്ട യാഇൻ്റെ മേൽ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ട് റഫ് ആണ്. മറർത്തു ബി ആസിൻ എന്ന് പറയുമ്പോൾ അവിടെ കളയപ്പെട്ട യാഇൻ്റെ മേൽ മുഖദ്ദറായ കസ്റത്ത് കൊണ്ട് ജറു. അങ്ങനെയാണ് ഇറാബ്. മാരിഫയായ ആസിക്ക് ഉദാഹരണം ഹാദ അൽ ആസി, റഅയ്തു അൽ ആസിയ, മറർത്തു ബിൽ ആസി. അപ്പം നെക്കിറയും മാരിഫ രണ്ട് ഉദാഹരണം കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഹാദൽ ആസി മാരിഫ ആവുമ്പോൾ ഇവിടെ യാ കളയപ്പെടുന്നില്ല. ഇവിടെ ആ യാഇൻ്റെ മേൽ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ടാണ് റഫ്. നെക്കിറയി വരുമ്പോൾ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ ഇത്തിഖാഉ സാക്കിനൊക്കെ വന്ന് ആ യാ കളയപ്പെടുന്നുണ്ട്. അപ്പോൾ കളയപ്പെട്ട യാഇൻ്റെ മേൽ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ടാണ് റഫ്. മാരിഫയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ കാദിൽ ബലദ് എന്നൊക്കെ തെൻവീനില്ലാത്ത സന്ദർഭം വരല്ലോ. അലിഫ്ലാം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോഴൊക്കെ തെൻവീൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ യാ മടങ്ങി വരും. അപ്പോൾ ആ യാഇൻ്റെ മേൽ മുഖദ്ദറായ ഹർക്കത്തുകൾ കൊണ്ടാണ് ഇറാബ് ഉണ്ടാവുക. നിസ്ബ് ലാഹിറാകും റഅയ്തു അൽ ആസിയ. നിസ്ബ് ലാഹിറാണ്, റഫും ജറുമാണ് സങ്കല്പിക്കുക. മറർത്തു ബിൽ ആസി. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ഓക്കെ. ഇനി ചോദ്യങ്ങൾ കേട്ടോ. വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅൻ. ഇവിടെ ഇറാബു തുഗ്നി എന്നതിൻ്റെ ഇറാബാണ് വേണ്ടത്. ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅൻ. തുഗ്നി എന്ന ഫിഅല് മുളാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫി ഹർഫിൽ ഇല്ലത്തി, മുളാരിഉൻ മർഫൂഉൻ ബിൽ ലമ്മത്തിൽ ലാഹിറ, മുളാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫിൻ നൂനി, മുളാരിഉൻ മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ. ഇതിലേതാണ് ശരിയായ ഓപ്ഷൻ? എ അല്ലേ? മുളാരിഉൻ മജ്സൂം. മജ്സൂം ആവണമെങ്കിൽ ജസ്മ് ചെയ്യുന്ന അക്ഷരം മുമ്പ് വേണ്ടേ? ഇവിടെ നെഹീൻ്റെ ലായൊന്നുമല്ലല്ലോ, നെഫീൻ്റെ ലാണ്. നെഹിയല്ല, നെഫിയാണ് കേട്ടോ. ഇത് അമലൊന്നും ചെയ്യാത്ത ലായാണത്. അതെങ്ങനെ സാർ അല്ല അറിയുന്നത്? നെഫീൻ്റെ നെഹീൻ്റെ അല്ല, അർത്ഥം ഇവിടെ ആരെങ്കിലും നിരോധിക്കുന്നില്ലല്ലോ. വകമ്മിൻ മലക്കിൻ ഫിസ്സമാവാതി, ആകാശത്ത് എത്ര മലക്കുകളാണുള്ളത്. ലാ തുഗ്നി ശഫാഅത്തുഹും, അവരുടെ ശുപാർശ ഐശ്വര്യമാക്കുകയില്ല, ഉപകരിക്കൂല, ഷൈഅൻ ഒന്നും. ഒരു ഖബർ പറയാണ്, അതുകൊണ്ട് അത് നഹിയൊന്നുമില്ല. അപ്പോൾ അവസാനത്തെ ഓപ്ഷൻ മുളാരിഉൻ മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ. ഇവിടെ ഈ മുളാരിന് മുമ്പ് നസ്ബ് ചെയ്യുന്ന അദാത്തുകളോ ജാസിമോ നാസിബോ ഒന്നുമില്ല, അതുകൊണ്ട് റഫ് ആണ് ഉണ്ടാവുക. അവസാനം യാ ഉള്ള ഫീലാവുമ്പോൾ അല്ലെങ്കിലും അവസാനം യാ ആയാലും വാവായാലും അലിഫായാലും ഒക്കെ റഫ് മുഖദ്ദർ ലാ ഉണ്ടാവുക. അപ്പോൾ മുളാരിഉൻ മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ എന്നുള്ളതാണ് ശരിയായ ഓപ്ഷൻ. ഇനി അടുത്തത് ലൻ ഡാഷ് മിൻ ദൂനിഹി ഇലാഹൻ, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. ഇവിടെ അക്മിൽ ബിൽ മുനാസിബ്, അതെ എ എന്ന ഓപ്ഷൻ അല്ലേ. ലെന്ന് എന്ന അദാത്ത് മുളാരിയായ ഫേലിന് നസ്ബ് ചെയ്യുന്ന അദാത്താണ്. ഇവിടെ നസ്ബായ രൂപം നദ്ഉവ എന്നുള്ളത് മാത്രമാണ്. ഇനി ഇത്രയും ക്വസ്റ്റ്യനാണ്
നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇറാബ് ബിനാവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് അവസാനിച്ചു. ഇനി മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച. ഇന്നെടുക്കണോ നാളെ മതിയോ? നമുക്ക് മഫ്ഊലുകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ അവിടെ മഫ്ഊല് ബിഹിയിൽ നമ്മൾ പറഞ്ഞൊരു വിഷയമായിരുന്നു മുനാദ. മുനാദയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ചർച്ച ചെയ്യാം. സ്ക്രീനിപ്പോൾ വരും കേട്ടോ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة على محمد الوسيلة والدرجة إنك لتخلف الموت. الله لا إله إلا هو الحي القيوم له ما في السماوات وما في الأرض. من ذا الذي يشفع وعنده لا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഓക്കെ, നമുക്ക് മുനാദയുമായി ബന്ധപ്പെട്ട് ആദ്യം തുടക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം എന്ന് പറയാം. ഒമിനൽ മഫ്ഊലി ബിഹി അൽ മുനാദ. ഇത് അസ്ലു ഖൗലിക യാ അബ്ദുല്ലാ അദ്ഉ അബ്ദുല്ലാ. ഇവിടെ മുനാദ എന്ന് പറഞ്ഞാൽ അത് മഫ്ഊലി ബിഹിൽ പെട്ടതാണെന്ന് പറഞ്ഞു. ഒമിനൽ മഫ്ഊലി ബിഹിൽ പെട്ടതാണ് അൽ മുനാദ എന്നുള്ളത്. മുനാദ അറിയാലോ, യാ അയാ ഹയ തുടങ്ങിയ നിദാഇൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്നതാണ് മുനാദ. ഇവിടെ ഇത് അസ്ലു ഖൗലിക യാ അബ്ദുല്ലാഹി
ഓ അബ്ദുല്ല എന്ന് നമ്മൾ വിളിക്കുമ്പോൾ യാ അബ്ദുല്ലാ എന്ന കൗലിൻ്റെ അസ്ല് അദ്ഉ അബ്ദുല്ലാ എന്നാണ്. അദ്ഉ അബ്ദുല്ലാ. ആ അദ്ഉ അബ്ദുല്ലാ എന്നതിൽ നിന്ന് ഫഹുദിഫൽ ഫിഅലു, ഈ അദ്ഉ എന്ന ഫീലിനെ കളയപ്പെട്ടു. എന്നിട്ട് ഉനീബ പകരമാക്കപ്പെട്ടു. യാ എന്ന അക്ഷരത്തെ യാ എന്ന ഹർഫിനെ പകരമാക്കപ്പെട്ടു അൻഹു, ഈ അദ്ഉ എന്ന ഫീലിനെ തൊട്ട്. അദ്ഉ എന്ന് പറഞ്ഞാൽ അദ്ഉ ഞാൻ വിളിക്കുന്നു, അദ്ഉ ഞാൻ വിളിക്കുന്നു, അബ്ദുല്ലാഹി അബ്ദുല്ലയെ ഞാൻ വിളിക്കുന്നു, ഇതാണല്ലോ യാ അബ്ദുല്ലാ. അപ്പോൾ കളയപ്പെട്ട ഫീലിൻ്റെ സ്ഥാനത്താണ് യാ എന്നത്. ആ കളയപ്പെട്ട ഫീൽ കൊണ്ട് നെസ്ബ് കിട്ടിയതാണ് അബ്ദുല്ലാഹി എന്നത്. അപ്പോൾ അദ്ഉ എന്നതിൻ്റെ മഫ്ഊൽ ബിഹിയാണ് അബ്ദ എന്നുള്ളത്. അതാണ് മുനാദ മഫ്ഊൽ ബിഹിൽ പെട്ടതാണെന്ന് പറയാൻ കാരണം. പക്ഷേ വലാകിന്നഹു ഇന്നമാ യുൻസബുൽ മുനാദ ഇദാ കാന മുലാഫൻ ഔ ശിബ്ഹഹു. നമ്മൾ മുനാദക്ക് നസ്ബ് ചെയ്യപ്പെടൽ എപ്പോഴാണ്? 3 സന്ദർഭത്തിലാണ്. ഒന്നുകിൽ ഇദാ കാന മുലാഫൻ, അത് മുലാഫായിരിക്കണം. യാ റസൂലല്ലാ എന്ന് പറയുമ്പോൾ അവിടെ റസൂല എന്ന മുനാദക്ക് നസ്ബ് കാണാം. കാരണം അത് മുലാഫാണ്, അള്ളാ എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. ഔ ഷിബ്ഹഹു, അല്ലെങ്കിൽ ഷിബ്ഹു മുലാഫ് ആവണം. ഷിബ്ഹു മുലാഫ് എന്ന് പറഞ്ഞാൽ ഈ ഹസൻ എന്നുള്ള ഷിബ്ഹു മുലാഫാണ്. കാരണം ഇതിന് അർത്ഥം പൂർത്തിയാവണമെങ്കിൽ ശേഷമുള്ളത് കൂടി പറയണം. യാ ഹസനൻ വജ്ഹുഹു, ഓ മുഖം ഭംഗിയായവനെ. വെറും ഹസൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർത്തിയാവില്ല. ഇപ്പോൾ അർത്ഥം പൂർത്തിയാവണമെങ്കിൽ ശേഷമുള്ളതിലേക്ക് ആവശ്യമായി വരുന്ന ഒന്നിനാണ് ഷിബ്ഹു മുലാഫ് എന്ന് പറയാം. യാ ഖൈറൻ മിൻ സെയ്ദിൻ, സെയ്ദിനേക്കാൾ ഖൈറായവനെ. അവിടെ വെറും യാ ഖൈറൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർത്തിയാവില്ല. മിൻ സെയ്ദിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നോട് ശേഷം പറയണം. ഖൈർ എന്നുള്ളത് അഫ്ദൽ തഫ്ദീലിൽപ്പെട്ടതാണ്. ഏറ്റവും ഖൈർ ആരേക്കാൾ, മിൻ ഡാഷ്, ഇവിടെ മിന്നിട്ടോട് അവരുടെ പറയണം. ഇങ്ങനെ ഉള്ളതിനാണ് ഷിബ്ഹു മുലാഫ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഷിബ്ഹു മുലാഫിനും നെസ്ബായിരിക്കും ഉണ്ടാവാം. ഔ കാന നക്കിറത്തൻ ഗൈറ മഖ്സൂദത്തിൻ, അല്ലെങ്കിൽ പ്രത്യേകം ഒരാളെ ഉദ്ദേശിക്കാതെയുള്ള നക്കിറയാണെങ്കിലും നെസ്ബ ഉണ്ടാവാം. യാ റജുലൻ ഖുദ് ബിയദി, ഓ മനുഷ്യ, ആരെയോ ഉദ്ദേശമില്ലാതെ വിളിക്കുമ്പോൾ അവിടെ യാ റജുലൻ ഖുദ് ബിയദി, അവിടെയും നെസ്ബ ഉണ്ടാവുക. ഇങ്ങനെ 3 സന്ദർഭത്തിലാണ് നെസ്ബ് ഉണ്ടാവുകയെന്ന് പറഞ്ഞു. ഇനി അമ്മൽ മുനാദിൽ മുഫ്രദു, അതേസമയത്ത് മുനാദ മുഫ്രദാണെങ്കിൽ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ മുലാഫിൻ്റെ നേരെ മാറ്റം, മുലാഫ് അല്ലാത്തതാണെങ്കിൽ, ഫയുബ്ന അല മാ യുർഫഅ ബിഹി, അവിടെ എന്ത് അതിന് റഫ് ലഭിക്കൽ എങ്ങനെയാണോ എങ്കിൽ ആ രൂപത്തിൽ അതിന് മബിനിയാക്കപ്പെടും. ഇപ്പോൾ സെയ്ദിന് സാധാരണ റഫ് ലമ്മത്ത് കൊണ്ടാണല്ലോ. അപ്പോൾ ലമ്മത്ത് കൊണ്ട് റഫ് ആണ് ഈ സെയ്ദിനുണ്ടാവുക. യാ സെയ്ദു, റഫ് അല്ല, ലമ്മിൻ്റെ മേൽ മബിനി ആയിട്ടാണ് ഉണ്ടാവുക. റഫ് വാവ് കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ വാവിൻ്റെ മേൽ മബിനി ആയിട്ടാണ് യാ സെയ്ദ് ഉണ്ടാവുക. അതുപോലെ തന്നെ യാ റജുലു, ഒരു പ്രത്യേകമായിട്ട് ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ട് യാ റജുലു എന്ന് വിളിക്കുമ്പോൾ അവിടെ അതിന് ലമ്മിൻ്റെ മേൽ മബിനി ആയിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങൾ. ഇനി അല്പം കുറച്ച് കാര്യങ്ങൾ കൂടി മുനാദിൻ്റെ ബാബിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുണ്ട്. അത് പറയാനാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയത്. ഒന്നാമത്തെ കാര്യം, വയജിരി നഴത്തു അയ്യിൻ ഔ അയ്യത്തിൻ ഇതാ നൂദിയ അലാ ലഫ്ദിഹി ഫയക്കൂനു മർഫൂഅൻ ലാ ഗൈറു ലികൗനിഹി അൽ മഖ്സൂദ ബിന്നിദാഇ നഹ്വു ഖൗലിഹി തആല യാ അയ്യുഹൻ നബിയ്യു. ഇവിടെ വയജിരി നഴത്തു അയ്യിൻ ഔ അയ്യത്തിൻ, അയ്യ് അല്ലെങ്കിൽ അയ്യത്ത് ഇവയുടെ നഴത്ത് ഇതാ നൂദിയ, അവയെ നിദാ ചെയ്യപ്പെട്ടാൽ ആ നഴത്ത് നടക്കും, യജിരി നടക്കും, നഴത്തിന് നടക്കും, അലാ ലഫ്ലിഹി അയ്യ് എന്നതിൻ്റെ ലഫ്ലിൻ്റെ മേൽ നടക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യാ അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ ഓ നബിയായിട്ടുള്ളവരെ എന്നാണ് ഇതിനർത്ഥം. യാ എന്നതിൻ്റെ മുനാദ ആരാണ്? അയ്യു എന്നുള്ളതാണ്. ഇവിടെ അലിഫ്ലാമുള്ള പദങ്ങളെ നിദാ ചെയ്യാൻ പറ്റില്ല. എൻ നബിയു എന്ന് അലിഫ്ലാമുള്ള അൻ നബിയു എന്ന പദത്തിനെ നേരിട്ട് നിദാ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട്
അലിഫ്ലാമുള്ള പദങ്ങൾ നിദാ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഹർഫാണ്, ഒരു ഇസ്മാണ് അയ്യു എന്നുള്ള ഇസ്മ. അയ്യനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നിദാ ചെയ്യുക. എന്നിട്ട് ആ അയ്യിൽ നിന്ന് ബദലായിട്ട് അല്ലെങ്കിൽ നെഴുത്തായിട്ട് സിഫത്തായിട്ടാണ് അലിഫ്ലാമുള്ള പദത്തെ കൊണ്ടുവരാം. അപ്പോൾ ഈ അലിഫ്ലാമുള്ള പദം, അതായത് ഇതിൻ്റെ അയ്യു എന്നതിൻ്റെ നെഴുത്തായിട്ട് വന്ന ഈ പദം ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? അത് റഫ് കൊണ്ടാണ് വായിക്കേണ്ടത്. അതായത് അയ്യു എന്നുള്ള ആ മുനാദ, അതിന് ശരിക്കും എന്താണുള്ളത്? നസ്ബാണ് മഹല്ലിലുള്ളത്. അതേസമയം ലഫ്ലിൽ ലമ്മിൻ്റെ മേൽ മബിനിയാണ്. എന്നാൽ ഇതേപോലെ ഈ ലഫ്ലിൻ്റെ അതേപോലെയാണ് ഇതിൻ്റെ നെഴുത്ത് ഉണ്ടാവുക. എന്ത് പറ്റൂല? അയ്യ എന്നതിൻ്റെ മഹല്ല് നസ്ബാണല്ലോ എന്ന് പറഞ്ഞ് ഈ അന്നബിയ എന്ന് വായിക്കാൻ പറ്റൂല. അപ്പോൾ അതാ പറഞ്ഞത് യജ്രി നെഴുത്തു അയ്യിൻ ഔ അയ്യത്തിൻ. അയ്യ് അല്ലെങ്കിൽ അയ്യത്ത് ഇതിൻ്റെ നെഴുത്ത് നടക്കും. അലാ ലഫ്ലിഹി, അയ്യിൻ്റെ ലഫ്ലിൻ്റെ മേൽ നടക്കും, മഹല്ലിൻ്റെ മേലല്ല എന്നർത്ഥം. മഹല്ലിൻ്റെ മേൽ നടക്കുമ്പോൾ മഹല്ലിൽ അയ്യിന് നസ്ബാണ്. അപ്പോൾ യാ അയ്യുഹൻ നബിയ എന്ന് വായിക്കേണ്ടി വരും. എന്നാൽ മഹല്ലിൻ്റെ മേലല്ല നടക്കുക, ലഫ്ലിൻ്റെ മേലിലാണ് നടക്കുക. അപ്പോൾ മർഫു ആയിട്ടാണ് ഉണ്ടാവുക എന്നർത്ഥം. വിഷയം മനസ്സിലായിട്ടുണ്ടോ? അയ്യു എന്നുള്ളതിനാണ് നമ്മൾ നിദാ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ബദലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സിഫത്തായിട്ടൊക്കെയാണ് ശേഷമുള്ള അലിഫ്ലാമുള്ള പദത്തെ കൊണ്ടുവരിക. അതായത് അലിഫ്ലാമുള്ള പദത്തെ നേരിട്ട് നിദാ ചെയ്യാൻ പറ്റൂല. അന്നബിയു എന്നുള്ള അലിഫ്ലാമുള്ള പദത്തെ വിളിക്കാൻ, അല്ലെങ്കിൽ അർറജുലു എന്നുള്ള അലിഫ്ലാമുള്ള പദത്തെ വിളിക്കാൻ യർറജുലു എന്ന് പറയാൻ പറ്റൂല. അതേസമയം അതിനെ വിളിക്കണമെങ്കിൽ ഒരു അയ്യ് ചേർത്ത് ആ അയ്യിനെ നിദാ ചെയ്യുകയും അർറജുലു എന്നുള്ളതിന് ബദലായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. അയ്യിൻ്റെ ശേഷം മുസ്തഖാണെങ്കിൽ സിഫത്തായിട്ടും ജാമിദാണെങ്കിൽ ബദലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ യാ അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബി എന്നുള്ളത് മുസ്തഖായ നബ് എന്നതിൽ നിന്ന് പോകുന്ന ഒരു മുസ്തഖായ ഫഈൽ വസ്നാണ് നബി എന്നുള്ളത്. മുസ്തഖാണ്. മുസ്തഖ ആയതുകൊണ്ട് അയ്യിൻ്റെ നെഴുത്തായിട്ട് വെക്കും. യാ അയ്യുഹർ റജുലു എന്ന് പറയുമ്പോൾ റജുലു എന്നുള്ളത് മറ്റൊരു മസ്തറിൽ നിന്ന് പിടിച്ചെടുത്ത ഇസ്മു ഫായിലോ ഇസ്മു മഫൂലോ തുടങ്ങിയ മുസ്തഖൊന്നും അല്ലാത്തത് കൊണ്ട് റജുല് ബദലായിട്ടാണ് ഉണ്ടാവുക. ഏതാവട്ടെ, ഇങ്ങനെ അയ്യിനെ വസീലയായിട്ടാണ് നിദാ ചെയ്യുക. ആ അയ്യിൻ്റെ ലഫ്ള് ലമ്മിൻ്റെ മേൽ മബിനിയാണ്. അതേ രൂപത്തിലാണ് അതിന് നെഴുത്തുണ്ടാവുക. അന്നബിയു എന്ന് മർഫു ആയിട്ടാണ് ഉണ്ടാവുക, അല്ലാതെ നസ്ബ് ചെയ്യൂല എന്നർത്ഥം. അപ്പൊ സാർ ഹാ ഉണ്ടല്ലോ, അയ്യു കഴിഞ്ഞിട്ടുള്ള ഹാ എന്താ? ഹാ എന്നുള്ള തെമ്പീഹിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. തെമ്പീഹിനുണ്ടല്ലോ ഹാദ എന്നൊക്കെ പറയുമ്പോൾ ഇഷാറത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഹാദ ദാ എന്നതിന് മുമ്പ് ഒരു തെമ്പീഹിന് വേണ്ടി ഹാ കൊണ്ടുവരാറുണ്ടല്ലോ. എന്നതുപോലെ ഒരു തെമ്പീഹിന് വേണ്ടി മാത്രമാണ് ആ ഹാ ഉള്ളത്. അതിന് ഇറാബിൻ്റെ മഹല്ലൊന്നുമില്ല. ലാ മഹല്ല ലഹ മിനൽ ഇറാബ്. അതിന് ഇറാബ് യാതൊരു മഹല്ലും ഉണ്ടാവില്ല. അത് തെമ്പീഹിൻ്റെ ഒരു ഹർഫ് മാത്രം. ഓക്കെ അല്ലേ? അപ്പോൾ ലഫ്ലിൻ്റെ മേൽ നടക്കും എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം മനസ്സിലായല്ലോ. ലഫ്ള് അയ്യു എന്നുള്ള ലഫ്ള് ലമ്മിൻ്റെ മേൽ മബിനിയാണ്. ആ ലഫ്ലിൻ്റെ മേലിലാണ് അതിൻ്റെ നെഴുത്ത് നടക്കുക. അപ്പോൾ അയ്യൻ നബിയു എന്ന് റഫ് കൊണ്ടാണ് വായിക്കുക. അതാണ് ഫയക്കൂന് മർഫുവൻ. അപ്പോൾ ആ നെഴുത്ത് മർഫു ആയിരിക്കും. ലാ വൈറു, മറ്റൊന്നും അവിടെ പറ്റൂല, നസ്ബൊന്നും അവിടെ പറ്റൂല. തെർക്കി പോയപ്പോൾ എങ്ങനെ പറയാം? യാ അയ്യുഹൻ നബിയു. യാ എന്ന് പറയുമ്പോൾ അത് നിദാഇൻ്റെ ഹർഫാണ്, സുക്കൂനിൻ്റെ മേൽ മബിനി. അയ്യുഹ എന്നതിലെ അയ്യ് എന്നുള്ളത് ലമ്മിൻ്റെ മേൽ മുനാദയാണ്, ലമ്മിൻ്റെ മേൽ മബിനി. ഹ എന്നുള്ളത് തംബീഹിൻ്റെ ഹർഫ്, അതിന് ഇറാബിൻ്റെ മഹല്ലുകളൊന്നും ഇല്ല. അന്നബിയു എന്നുള്ളത് നഅത്തുൻ അലാ ലഫ്ലി അയ്യുൻ. അയ്യ് എന്ന ലഫ്ലിൻ്റെ മേലിലുള്ള നഴുത്താണ്, മഹലിൻ്റെ മേലല്ല, നഴുത്തിൻ്റെ മേലിലുള്ള
നൗത്ത്. അത് മർഫൂൻ ബിൽ ലമ്മത്തുൽ ലാഹിറ ലാഹിറത്തായ ലമ്മത്തുൽ റഫു. ഇങ്ങനെയാണ് ഇറാബ് പറയാം. ഇനി വയജിരി താബിഉൽ മുനാദ അൽ മബ്നി. ഇനി നമ്മൾ സാധാരണ മുനാദകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ യാ സെയ്ദു പോലെയുള്ള മബ്നിയായ മുനാദ, യാ സെയ്ദു പോലെയുള്ള മബ്നിയായ മുനാദ, ആ മുനാദയുടെ താബിൾ എന്ന് പറഞ്ഞാൽ 5 താബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഫത്ത്, ബദൽ, അത്ഫ് ബയാൻ, അത്ഫ് നസഖ്, തൗക്കീദ്, ഇതിലൊക്കെയാണ് താബിൾ എന്ന് പറയാം. അപ്പോൾ യാ സെയ്ദു എന്ന് നമ്മൾ സെയ്ദിനെ വിളിച്ചുകൊണ്ട് സെയ്ദിനെ പറ്റിയ ഒരു വിശേഷണം പറയാണ്, ഒരു നെഴുത്ത് പറയാണ്, അല്ലെങ്കിൽ ഒരു തൗക്കീദ് ചെയ്ത് പറയാണ്. ഇങ്ങനെയൊക്കെ തൗക്കീദോ നെഴുത്തോ അത്ഫ് ബയാനോ അത്ഫ് നസഖ് എന്ന് പറഞ്ഞാൽ അത്ഫും ബിൽ ഹർഫ് വാവ് ഔ തുടങ്ങിയ അത്ഫിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് അത്ഫ് ചെയ്ത് പറയാം. ഇങ്ങനെയൊക്കെയുള്ള താബികൾ വന്നു കഴിഞ്ഞാൽ ആ താബികൾ ഇദാ കാന മുഫ്രദൻ ഔ മുലാഫൻ മഖ്റൂനൻ ബി അൽ, അത് മുഫ്രദോ അല്ലെങ്കിൽ അലിഫ്ലാമോട് കൂടെ വന്ന മുലാഫോ ആണെങ്കിൽ ആ താബികൾ യജ്രി അവർ നടക്കും അലാ ലഫ്ലിഹി മുനാദിയുടെ ലഫ്ലിൻ്റെ മേൽ നടക്കും. നേരത്തെ പറഞ്ഞതുപോലെ അയ്യിൻ്റെ ലഫ്ലിൻ്റെ മേൽ നടന്നതുപോലെ ലഫ്ലിൻ്റെ മേൽ നടക്കുമ്പോൾ ആ താബി മർഫു ആയിരിക്കും. അതാണ് ഫയക്കൂന് താബിഉ മർഫുഅൻ. പിന്നെ ഔ അലാ മഹല്ലിഹി അല്ലെങ്കിൽ മഹല്ലിൻ്റെ മേൽ നടക്കും ഫയക്കൂന് താബിഉ മൻസൂബൻ. അപ്പോൾ താബി മൻസൂബാകും. അപ്പോൾ 2 രൂപത്തിലും അവിടെ വായിക്കാമെന്നർത്ഥം. നമുക്ക് ഉദാഹരണത്തിലൂടെ നോക്കാം. ഇപ്പോൾ യാ സെയ്ദു അൽ ലരീഫു, യാ സെയ്ദു ഓ സെയ്ദേ. ഏത് സെയ്ദ്? അൽ ലരീഫു ബുദ്ധിമാനായ സെയ്ദേ എന്ന് പറയുമ്പോൾ ലരീഫ് എന്നുള്ളത് സിഫത്താണ്, സെയ്ദിൻ്റെ സിഫത്താണ്. സെയ്ദു എന്നുള്ളത് മബ്നിയായ മുനാദിയാണ്. ആ സെയ്ദിൻ്റെ ലഫ്ള് നോക്കുകയാണെങ്കിൽ അത് ലമ്മിൻ്റെ മേൽ മബ്നിയാണ്, പക്ഷെ മഹല്ല് നസ്ബാണ്. ഈ സെയ്ദിൻ്റെ സിഫത്താകുന്ന ഈ ലരീഫ് എന്നുള്ളത് ഒന്നുകിൽ സെയ്ദ് എന്ന സെയ്ദിൻ്റെ ലഫ്ളിൻ്റെ മേൽ നടത്തിക്കൊണ്ട് അൽ ലരീഫു എന്ന് റഫ് കൊടുക്കാം. സെയ്ദ് എന്നതിൻ്റെ മഹല്ല് നസ്ബാണല്ലോ എന്ന് പരിഗണിച്ചുകൊണ്ട് അൽ ലരീഫ എന്ന് നസ്ബും കൊടുക്കാം. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. സെയ്ദ് എന്ന മബ്നിയായ മുനാദയുടെ താബിഴ്, ആ താബിഴ് മുനാദ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളെ യാ ഇട്ടുകൊണ്ട് ഒരാളെ വിളിക്കല്ലോ. ആ നമ്മൾ മുനാദക്ക് 2 സന്ദർഭം, ഒന്നുകിൽ ലമ്മിൻ്റെ മബ്നി ആയിരിക്കും അല്ലെങ്കിൽ ലാഹിറായ നസ്ബായിരിക്കും തുടക്കത്തിൽ പറഞ്ഞു. അതായത് 3 സന്ദർഭത്തിലാണ് മുനാദക്ക് നസ്ബ് ഉണ്ടാവുക. യാ റസൂലല്ലാഹി അവിടെ മുലാഫാണ്, റസൂല എന്നുള്ള മുനാദ മുലാഫാണ്. യാ ഹസനൻ വജുഹു അവിടെ ഹസൻ എന്നുള്ളത് ഷിബുഹ് മുലാഫാണ്. യാ റജുലൻ അവിടെ നെക്കിറയാണ്, നെക്കിറ ഗൈറ മഖ്സൂദയാണ്. ഈ 3 സന്ദർഭത്തിൽ മുനാദക്ക് നസ്ബാണ് ഉണ്ടാവുക. 2 സന്ദർഭത്തിലാണ് റഫ് ഉണ്ടാവുക. അതായത് മുനാദ മുഫ്രദ് മാരിഫ എന്ന് പറയും. ഇപ്പോൾ യാ സെയ്ദു എന്നുള്ളത് നേരത്തെ മാരിഫിയായ പദമാണല്ലോ. ഇങ്ങനെ മാരിഫിയായ ഇലാഫത്ത് ചെയ്യപ്പെടാത്ത ഇത്തരം പദങ്ങളെ വിളിക്കുമ്പോൾ നിദാ ചെയ്യുമ്പോൾ അവിടെ ലമ്മിൻ്റെ മേൽ മബ്നി ആയിട്ടാണ് ഉണ്ടാവുക. ലമ്മിൻ്റെ മേൽ എന്നല്ല, ആ പദത്തിന് എങ്ങനെയാണ് റഫ് അതിന് മേൽ മബ്നി ആയിട്ടാണ് ഉണ്ടാവുക. യാ റജുലു അവിടെ നമ്മൾ പ്രത്യേകം ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ട് യാ റജുലു എന്ന് വിളിക്കുമ്പോൾ അതിന് ലമ്മത്ത് കൊണ്ട് ലമ്മിൻ്റെ മേൽ മബ്നിയാണ് ഉണ്ടാവുക. നേരത്തെ യാ റജുലൻ നസ്ബ് ഇട്ടാനുള്ള കാരണം പ്രത്യേകം ഒരാളെ ഉദ്ദേശിക്കാതെ വിളിക്കുമ്പോൾ അത് നസ്ബ് ലഭിക്കും. പ്രത്യേക ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ പ്രത്യേക ഒരാളെ ഉദ്ദേശിക്കുമ്പോൾ അത് മാരിഫി ആവും. യാ സെയ്ദ് എന്നുള്ളത് നിദാ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാരിഫിയാണ്. യാ റജുലു പ്രത്യേകം ഒരാളെ ഉദ്ദേശിച്ച് വിളിക്കുമ്പോൾ നിദാ കാരണമായിട്ട് മാരിഫിയാണ്. ഏതാവട്ടെ, ഇങ്ങനെ മാരിഫിയായ ഇലാഫത്ത് ചെയ്യപ്പെടാത്ത പദം ഇതാണ് മബ്നിയായ മുനാദ എന്ന് പറയുന്നത്. ആ മുനാദക്ക് അതിന് താബിഴ് പറയുമ്പോൾ മുനാദയുടെ അതേ ഇറാബാണ് താബിഴിനും വേണ്ടത്. പക്ഷേ മുനാദക്ക് മഹല്ല്
നസ്ബാണ്, പക്ഷേ ലാഹിറിലാണെങ്കിലോ ലമ്മിൻ്റെ മേൽ മബിനിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ താബീന് എങ്ങനെ വായിക്കാം? അത് രണ്ട് രൂപത്തിലും വായിക്കാൻ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ആ താബീൻ മുഫ്രദോ അല്ലെങ്കിൽ അലിഫ്ലാമോട് കൂടെ വന്ന മുലാഫോ ആണെങ്കിൽ രണ്ട് രൂപവും വായിക്കാം. ലഫ്ദിനെ പരിഗണിച്ചുകൊണ്ട് റഫ് ചെയ്തും വായിക്കാം, മഹല്ല് പരിഗണിച്ചുകൊണ്ട് നസ്ബും വായിക്കാം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞത്. യാ സയ്യിദു അല്ലരീഫു, യാ സയ്യിദു അല്ലരീഫ. ഓക്കെ ആണോ? ഓക്കെ. മറ്റുള്ളിടത്ത് ഇപ്പോൾ മബിനി അല്ലാത്തടത്ത് പിന്നെ മഹല്ലിൽ വേറെ ഇറാബും ലഫ്ദിൽ വേറെ ഇറാബും അങ്ങനെ ഇല്ലല്ലോ. അവിടെ ആകെ നസ്ബേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ താബി ഇതേപോലത്തെ താബികളൊക്കെ വരുമ്പോൾ നഴുത്തോ അല്ലെങ്കിൽ മാനവീയ തെക്കിത് ഇങ്ങനത്തെ താബികൾ വരുമ്പോൾ നസ്ബായിട്ട് തന്നെ ഉണ്ടാവുക. കാരണം മഹല്ല് വേറെ പരിഗണിക്കുക, ലഫ്ദ് വേറെ പരിഗണിക്കുക എന്നില്ല. ഇനി അപ്പോൾ ഉദാഹരണം യാ സയ്യിദു അല്ലരീഫു, യാ സയ്യിദു അല്ലരീഫ. അവിടെ മഹല്ല് പരിഗണിച്ച് ലരീഫു എന്ന് വായിക്കാം, അല്ല ലഫ്ദ് പരിഗണിച്ച് ലരീഫു എന്ന് വായിക്കാം, മഹല്ല് പരിഗണിച്ച് ലരീഫ എന്ന് വായിക്കാം. ഇവിടെ രണ്ട് സന്ദർഭം പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ മുഫ്രദാവണം. അപ്പോൾ അല്ലരീഫ് എന്നുള്ള മുഫ്രദാണല്ലോ. മുഫ്രദോട് ഉദ്ദേശിക്കുന്നത് ഇലാഫത്തിൽ ചെയ്യപ്പെടാത്ത പദങ്ങൾ കേട്ടോ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുലാഫ ആവാം. പക്ഷേ മുലാഫ ആവണമെങ്കിൽ അലിഫ്ലാമുള്ള മുലാഫ ആയിരിക്കണം. ഉദാഹരണം നോക്ക്, യാ സയ്യിദു അൽ ഹസനുൽ വജുഹു, മുഖം ഭംഗിയായ സെയ്ദേ. യാ സയ്യിദു, ഏത് സെയ്ദ്? അൽ ഹസനുൽ വജുഹു, മുഖം ഭംഗിയായ സെയ്ദേന്ന്. ഇവിടെ ഇപ്പോൾ ഹസൻ എന്നുള്ളത് മുലാഫാണ്, വെച്ചാൽ ഷിബു മുലാഫാണ്. മുലാഫോ അല്ലെങ്കിൽ ഷിബു മുലാഫൊക്കെ അത് പെട്ടു. അപ്പോൾ ഇങ്ങനെ ഈ ഷിബു മുലാഫ് ഇതിലെന്തുണ്ട്? അലിഫ്ലാമുണ്ട്. ഇങ്ങനെ അലിഫ്ലാമുള്ള മുലാഫ് വന്നാലും രണ്ട് രൂപത്തിലും പറ്റും. ഹസനു എന്ന് ലഫ്ദ് പരിഗണിച്ചുകൊണ്ട് വായിക്കാം. ഇനി യാ ഹസനു, യാ സയ്യിദു അൽ ഹസനൽ വജ്ഹു എന്ന് ഹസന എന്ന് എന്ത് ചെയ്യാം? മഹല്ല് പരിഗണിച്ചുകൊണ്ട് വായിക്കാം. അപ്പോൾ ഏതൊക്കെ താബികളാണ് ഇതൊക്കെ ഇങ്ങനെ വായിക്കാൻ പറ്റുക? ഒന്ന് നെഴുത്താണ് ഒന്ന് വായിക്കാൻ പറ്റുന്നത്, മറ്റൊന്ന് മാനവിയായ തൗക്കീദ്, മറ്റൊന്ന് അത്ഫ് ബയാന്, പിന്നെ അത്ഫ് നസഖ്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ രൂപത്തിൽ വായിക്കാൻ പറ്റുക. മറ്റൊരു ഉദാഹരണം നോക്കുക, യാ തമീമു അജ്മഊൻ അല്ലെങ്കിൽ അജ്മഈൻ. യാ തമീമു, ഓ തമീമു ഗോത്രക്കാരെ. അജ്മഊൻ, അവരെല്ലാവരെയും കൂടി വിളിക്കാണ്. അപ്പോൾ തൗക്കീദിനാണല്ലോ യാ തമീമു എന്ന് വിളിച്ചിട്ട് അജ്മഊൻ എന്നുള്ളത് മാനവിയായ തൗക്കീദിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തൗക്കീദിന് വേണ്ടി വിളിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം? തമീമു എന്നതിൻ്റെ ആ മഹല്ല് ലഫ്ദ് പരിഗണിച്ചുകൊണ്ട് അജ്മഊനിക്ക് റഫും ചെയ്യാം, റഫു ആവുകൊണ്ടാണ്. പിന്നെ തമീമു എന്നതിൻ്റെ മഹല്ല് പരിഗണിച്ച് നസ്ബും ചെയ്യാം, നസ്ബ് യാവുകൊണ്ടാണ്. ഓക്കെ. അതേപോലെ യാ സഈദു കുറുസുൻ, ഓ സഈദേ, അതായത് കുറുസേ എന്ന് വിളിക്കുമ്പോൾ അത്ഫ് ബയാനാണ്. അത്ഫ് ബയാന് ആവുമ്പോൾ അവിടെ സഈദ് എന്നതിൻ്റെ ലഫ്ദ് പരിഗണിച്ച് കുറുസുൻ എന്നെന്ത് ചെയ്യാം? റഫ് കൊടുക്കാം, അല്ലെങ്കിൽ കുറുസൻ എന്ന് നസ്ബും കൊടുക്കാം മഹല്ല് പരിഗണിച്ചിട്ട്. പിന്നെ യാ സയ്യിദു വല്ലഹാക്കു, അത്ഫാണ് സെയ്ദേ, അതുപോലെ ലഹാക്കെ രണ്ടുപേരെയും വിളിക്കാണ്. അവിടെ സെയ്ദ് എന്നതിലേക്ക് അത്ഫാണ് വല്ലഹാക്ക്. ഇവിടെ അല്ലഹാക്കു എന്നും ലഹാക്ക ഇങ്ങനെ രണ്ട് രൂപവും ഇവിടെ പറ്റും. ഇനി വയജ്രി താബിഉൽ മുനാദ അൽ മബ്നി സവാവും കാന താബിഉ നഅത്തൻ ഔ തൗക്കീദൻ മഅനവിയൻ ഔ അത്ഫ് ബയാനിൻ ഔ അത്ഫ് നസ്ഖിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ താബികളൊക്കെ നടക്കും. ഇദാ കാന മുലാഫൻ മുജറദൻ മിൻ അൽ, അവിടെ വിഷയം അലിഫ്ലാം ഇല്ലാത്ത മുലാഫാണെങ്കിൽ. നേരത്തെ അലിഫ്ലാമുള്ള മുലാഫൻ മഖ്റൂനം ബി അൽ, അലിഫ്ലാമുള്ള മുലാഫ് ആകുമ്പോഴാണ് നമ്മൾ രണ്ടും പറ്റും പറഞ്ഞത്. ഇനി പറയണത് മുലാഫൻ മുജറദൻ മിൻ അൽ, അലിഫ്ലാം ഇല്ലാത്ത മുലാഫാണെങ്കിൽ അവിടെ അലാ മഹല്ലിഹി, മഹല്ലിൻ്റെ മേലാണ് നടക്കുക. അവിടെ ലഫ്ദിൻ്റെ മേൽ നടക്കൂല, മഹല്ലിൻ്റെ മേലാണ് നടക്കുക. ഫയക്കൂന് മൻസൂബൻ ലാ ഗൈറു, അപ്പോൾ ആ താബിഴ് മൻസൂബായിരിക്കും, വേറെ രൂപങ്ങളൊന്നും അവിടെ പറ്റില്ല. ഉദാഹരണത്തിന് കുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാത്തി, കുൽ നബിയെ തങ്ങൾ പറയുക,
അള്ളാഹുമ്മ അള്ളാഹുവേ. അള്ളാഹുമ്മ എന്ന് പറയുമ്പോൾ യാ അള്ളാഹു എന്നാണ്. യാ എന്ന നിദായിൻ്റെ അക്ഷരത്തിന് പകരം അത് കളഞ്ഞ് അതിന് പകരമാണ് അവസാനം മീമ് കൊടുത്തിട്ടുള്ളത്, അള്ളാഹുമ്മ ഇത്. അപ്പോൾ യാ അള്ളാഹു എന്നാണ് അർത്ഥം. ഓ അള്ളാഹുവേ. എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഫാത്തിറുസ്സമാവാത്തി, ആകാശങ്ങളെ പടച്ചവനായ, ഖാലിഖസ്സമാവാത്ത് എന്നർത്ഥം, പടച്ചവനായ അള്ളാഹുവേ. ഈ ഫാത്തിറ എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. ഓക്കെ, നിഴത്താണ്. ഈ നിഴത്ത് നോക്കൂ, മുലാഫാണല്ലോ. ഫാത്തിർ എന്നതിൻ്റെ സമാവാത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അലിഫ്ലാം ഇല്ലാത്ത നിഴത്താണ് ഫാത്തിറ. അൽ ഫാത്തിർ എന്നല്ല, മറിച്ച് വെറും ഫാത്തിറ എന്നാണ്. അലിഫ്ലാം ഇല്ലാത്ത മുലാഫാണ്. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇനി ഫാത്തിറു എന്ന് വായിക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല, ഫാത്തിറ എന്ന് വായിക്കുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അലിഫ്ലാം ഇല്ലാതെ വന്ന മുലാഫാണെങ്കിൽ അവിടെ നിഴത്ത് മഹലിൻ്റെ മേൽ മാത്രമാണ് നടക്കുക. അപ്പോൾ താബീർ മൻസൂബായിട്ട് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് വേറെ ഉദാഹരണം, യാ തമീമു കുല്ലക്കും അല്ലെങ്കിൽ കുല്ലഹും. ഓ തമീമു ഗോത്രക്കാരെ, കുല്ലക്കും നിങ്ങൾ മുഴുവനത്തെയും വിളിക്കാണ്, അല്ലെങ്കിൽ കുല്ലഹും. അവിടെ രണ്ട് രൂപത്തിലും വായിക്കാൻ പറ്റും കേട്ടോ, കുല്ലക്കും അല്ലെങ്കിൽ കുല്ലഹും. എങ്ങനെയാണ് കുല്ലക്കും എന്നുള്ളത്? മുഖാത്തബിൻ്റെ ലമീറാണ്. കുല്ലഹും എന്ന് പറയുമ്പോൾ ഗൈബത്തിൻ്റെ ലമീറാണ്. ഇവിടെ രണ്ട് രൂപത്തിലും നമുക്ക് വായിക്കാൻ പറ്റും. എന്താ കാരണം? കുല്ലക്കും എന്നുള്ളത് യാ തമീമു, തമീമ് ഗോത്രക്കാരെ വിളിക്കുകയാണല്ലോ. ഒരു കൂട്ടരെ വിളിക്കുമ്പോൾ നേരെ മുന്നിലുള്ള ആളുകളെ നമ്മൾ വിളിക്കുക. ഇതാ ചെയ്യുമ്പോൾ ഒരു ഹാദിറിലുള്ള ആളുകളെ പോലെ നമ്മൾ പരിഗണിക്കും. അങ്ങനെയാണ് കുല്ലക്കും എന്ന് മുഖാത്തബിൻ്റെ ലമീർ കൊണ്ട് പറയാൻ പറ്റുക. കുല്ലഹും എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ്? യാ തമീമു എന്നുള്ളത് തമീമിലേക്കാണല്ലോ ലമീർ മടങ്ങുന്നത്. തമീം എന്നുള്ള ലാഹിറായ ഇസ്മാണ്. ലാഹിറായ ഇസ്മുകളൊക്കെ ഗൈബത്തിൻ്റെ ലമീറിൻ്റെ സ്ഥാനത്താണ് ഉണ്ടാവുക, ഗൈബത്തിൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് കുല്ലഹും എന്നും വേണമെങ്കിൽ പറയാം. ഏതാവട്ടെ, ഇതൊക്കെ ഇവിടുത്തെ മാനവിയായ തേക്കീതാണ്. ഇവിടെ കുല്ല് എന്നതിനെ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്, മുലാഫാണ്. അലിഫ്ലാം ഇല്ലാത്ത മുലാഫാണ്, അതുകൊണ്ട് മൻസൂബായിട്ട് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ യാ സെയ്ദു അബാ അബ്ദുല്ലാഹി, ഓ സെയ്ദേ, അതായത് അബാ അബ്ദുല്ലാൻ്റെ വാപ്പേ എന്ന് വിളിക്കുകയാണ്. ഇവിടെ അത്ഫ് ബയാനാണ്, സെയ്ദ് എന്നതിന് അത്ഫ് ബയാനാണ് അബാ അബ്ദില്ല. ഈ അബ എന്നതിനെ അബ്ദിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുലാഫാണ് എന്നർത്ഥം, അലിഫ്ലാം ഇല്ലാത്ത മുലാഫാണ്. അതുകൊണ്ട് നസ്ബ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. യാ സെയ്ദു വ അബാ അബ്ദില്ല, ഓ സെയ്ദേ. അതുപോലെ തന്നെ അബ്ദുള്ളയുടെ വാപ്പയെ രണ്ടുപേരെയും വിളിക്കണം. രണ്ടും വേറെ വേറെ ആളുകളാണ്, രണ്ടുപേരെയും വിളിക്കണം. അവിടെ അബാ അബ്ദില്ല, അബ എന്നുള്ളത് മഅ്തൂഫാണ് സെയ്ദ് നമുക്ക്. ഈ അബ എന്നുള്ളത് മുലാഫാണ്, അലിഫ്ലാമില്ലാത്ത മുലാഫാണ്. അതുകൊണ്ട് നസ്ബ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മുലാഫ് അലിഫ്ലാമില്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ നസ്ബ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. മുലാഫ് അലിഫ്ലാമോട് കൂടെ വന്നാൽ അവിടെ നസ്ബ് പറ്റും, റഫ് പറ്റും. അതുപോലെ തന്നെ മുഫ്രദായ ഇസ്മു വന്നാലും അങ്ങനെ തന്നെയാണ്, മുഫ്രദ് വന്നാലും അങ്ങനെ തന്നെയാണ്, റഫ് പറ്റും, നസ്ബ് പറ്റും. ഇനി അമ്മൽ ബദലു വൻ നസഖുൽ മുജറദു മിൻ അൽ, അലിഫ്ലാം ഇല്ലാതെ വന്ന അത്ഫുൻ നസഖ്, അതുപോലെ തന്നെ ബദൽ, ഇതൊക്കെ ഫഹുക്കുമുഹുമ അയ്യക്കൂന കൽ മുനാദിൽ മുസ്തഖിൽ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബദൽ, അതുപോലെ തന്നെ വൻ നസഖു അത്ഫുൻ നസഖ്. അത്ഫുൻ നസഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപ്പെട്ട വാവ് കൊണ്ടോ അല്ലെങ്കിൽ അത്ഫിൻ്റെ അക്ഷരങ്ങളെ കൊണ്ട് അത്ഫ് ചെയ്യപ്പെട്ട ഫീൽഡുകൾ. ഈ അത്ഫുൻ നസഖ് അൽ മുജറദു മിൻ അൽ, അലിഫ്ലാം ഇല്ലാത്ത നസഖ്, ഫഹുക്കുമുഹുമ ഇവ രണ്ടിൻ്റെയും ഹുക്കുമ് അയക്കൂന കൽ മുനാദിൽ മുസ്തഖില് മുത്ലഖൻ, ഒരു മുസ്തഖില്ലായ മുനാദിയെപ്പോലെ അതിന് പെരുമാറലാണ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ യാ സഈദു എന്ന് വിളിച്ചിട്ട് ബദലായിട്ട്, അതായത് എന്നെന്ത് കുറുസേ എന്ന് ബദലായിട്ട് പറയുകയാണെങ്കിൽ അവിടെ സഈദ് എന്ന അതിൻ്റെ മുബ്ദൽ മിൻഹു അതിലേക്കൊന്നും നോക്കൂല, അതിൻ്റെ മത്ബൂയിലേക്കൊന്നും നോക്കൂല. കുറുസ് എന്നതിനെ നേരിട്ട് നിദാ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണോ നിദാ ചെയ്യുക അങ്ങനെയാണ് നിദാ ചെയ്യാൻ പറ്റുക. യാ സഈദു കുറുസു, അവിടെ
കുറുസു എന്ന് മാത്രമേ അവിടെ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം കുറുസു എന്നതിനെ മാത്രം നേരിട്ട് നിദാ ചെയ്യുമ്പോൾ അവിടെ മുഫ്രദ് മാരിഫിയാണ്, ലമ്മിൻ്റെ അഭിനയത്തിലേ വിളിക്കാൻ പറ്റുക, അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അതേപോലെ യാ അബ്ദുല്ലാഹി കുറുസു, ഓ അബ്ദുല്ലേ, അതായത് കുറുസ് മൂപ്പർക്കുള്ളൊരു ഒരു ലക്കബ് അലമാണ്. അബ്ദുള്ള മൂപ്പർക്ക് പേരുണ്ട്, കുറുസു എന്നും പേരുണ്ട്. കുറുസു എന്ന് പറഞ്ഞാൽ മൂപ്പര് ലക്കബാണ്. അപ്പോൾ ആദ്യം യാ അബ്ദുള്ള എന്ന് വിളിച്ചു, എന്നിട്ട് പിന്നെ ബദലായിട്ട് മൂപ്പര് ലക്കബായിട്ടുള്ള അലം വിളിച്ചു, യാ കുറുസു. അത് ശരിക്കും മത്ബൂൾ അബ്ദുള്ള എന്നുള്ളത് ശരിക്കും നസ്ബാണ്, മുനാദ മുലാഫ് ആയതുകൊണ്ട്. പക്ഷേ കുറുസൻ എന്ന് നസ്ബ് വായിക്കൂല ഇവിടെ. കാരണം കുറുസ് ബദലായിട്ടാണ് വന്നത്. ബദലായിട്ട് വരുമ്പോൾ ആ കുറുസ് എന്ന പദത്തെ നിദാ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ, അത് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതേപോലെ യാ സെയ്ദു അബ്ദുല്ലാഹി, യാ സെയ്ദു അബ്ദുല്ലാഹി, സെയ്ദിനെ വിളിക്കുന്നു, അതായത് അള്ളാഹിൻ്റെ അടിമയെ എന്ന് ബദലായിട്ട് അബ്ദുള്ള എന്ന് പറയുമ്പോൾ അവിടെ അബ്ദ എന്ന് നസ്ബ് മാത്രമേ പറ്റുള്ളൂ. കാരണം അബ്ദുള്ള എന്നുള്ളത് മുനാദ ഒരു മുലാഫായ പദമാണല്ലോ. അതിനെ നേരിട്ട് നിദാ ചെയ്യുകയാണെങ്കിൽ യാ അബ്ദുല്ലാഹി എന്ന് മൻസൂബായിട്ടല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രൂപത്തിലേ പറ്റുള്ളൂ. അതിൻ്റെ മത്ബൂഅ് ലമ്മിൻ്റെ അഭിനയാണല്ലോ എന്നൊന്നും പരിഗണനയില്ല. അപ്പോൾ ബദലാവുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. ബദലാവുമ്പോൾ അവിടെ ആ ബദലിനെ ആ പദത്തെ നേരിട്ട് നിദാ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നിദാ ചെയ്യാൻ പറ്റുക അങ്ങനെ നിദാ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മുലാഫാണെങ്കിൽ അതിന് നസ്ബ് ഉണ്ടാവും, അല്ലെങ്കിൽ ലമ്മിനിൽ അഭിനയായിട്ടും അങ്ങനെ ഉണ്ടാവാം. അതുപോലെ തന്നെ അത്ഫുൻ നസഖ്, യാ സെയ്ദു വ ബക്കറു, യാ സെയ്ദു വ ബക്കറു, ബക്കറിനെ നേരിട്ട് നിദാ ചെയ്യുമ്പോൾ ലമ്മിനിൽ അഭിനയായിട്ടല്ലേ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. അതുപോലെ യാ അബ്ദുല്ലാഹി വ ബക്കറു, അവിടെയും അങ്ങനെ തന്നെ പറ്റുള്ളൂ. അബ്ദുല്ല എന്ന ഇതിൻ്റെ മത്ബൂഅ് നസ്ബാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ യാ സെയ്ദു വ അബ്ദുല്ലാഹി, അവിടെ സെയ്ദു എന്നതിലേക്ക് നോട്ടല്ല, അബ്ദുള്ള എന്ന് മാത്രമേ അവിടെ വായിക്കാൻ പറ്റുള്ളൂ. സെയ്ദു എന്നതിന് ലമ്മൻ്റെ അഭിനയാണല്ലോ എന്ന് കരുതി അബ്ദുള്ള എന്ന് വായിക്കാൻ പറ്റില്ല, അബ്ദുള്ള എന്നേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ഫുൻ നസഖ് ആണെങ്കിലും ബദലാണെങ്കിലും ആ പദത്തെ നേരിട്ട് നിദാ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നിദാ ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ മാത്രമേ അവിടെ നിദാ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയുമാണ് നിദായിൻ്റെ ബാബിലേക്ക് നമ്മൾ പുതുതായി കൂട്ടിച്ചേർത്ത കുറച്ച് വിഷയങ്ങളുടെ. അതായത് നിദായിൻ അതിൻ്റെ മുനാദിയുടെ നഴുത്ത് അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ അത്ഫ് ബയാൻ, അത്ഫ് നസഖ് തുടങ്ങിയ താബിഴുകൾ വരുമ്പോൾ അതിനെങ്ങനെയാണ് വായിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട അത്ര ഡീപ്പായിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചത് കണ്ടിട്ടില്ല, ഇതിൽ കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇതിന് സംശയങ്ങൾ ഉണ്ടോ? പുതിയതായിട്ട് ഇത് കേട്ടതുപോലെ പുതിയതായിട്ട് ഇതെല്ലാം സംഭവം പുതിയതായിട്ട് ഇങ്ങനെ കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇതൊന്നും ഞാൻ മുമ്പ് കേട്ടിട്ടേ ഉണ്ടാവില്ല. നെഹ്ബിന് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒരുപാട് പറയാനുണ്ടാവും. അങ്ങനെയാണ്, പഠിച്ചാൽ തീരില്ല. ടെൻഷൻ ആവാതിരിക്കാൻ അവസാനം ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെന്താണ് നമ്മളെ മാരിഫത്ത് കൂട്ടാൻ വേണ്ടി ഇൽമ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കണ്ടിട്ടില്ല. കുറേ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. അത് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഡീപ്പായിട്ട് പഠിച്ചാൽ നല്ല തന്നെ, നമ്മൾ ഇനി എവിടുന്നോ തുടങ്ങണല്ലോ. സാറിന്റെ അറിവിന്റെ 1% പോലും നമുക്ക് ഉണ്ടാവില്ല. അതൊക്കെ എല്ലാവർക്കും കിട്ടും അറിവൊക്കെ റെഫർ ചെയ്യുന്ന. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ ചെയ്യാല്ലേ? ഞാൻ വേറെ പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല, സംശയമില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.